നമസ്കാരം. സംസ്ഥാനത്ത് ഏതാനും മണിക്കൂറുകൾ ശക്തമായ മഴ പെയ്താൽ പോലും പ്രധാന പ്രദേശങ്ങളും റാന്നി പോലെയുള്ള നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയൊരു മഴയിൽ പോലും പല നദികളും പൊടുന്നനെ കരകവിഞ്ഞൊഴുകി ജനവാസ മേഖലകളെ മുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. നദികളിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മണലും എക്കലും കൃത്യമായി നീക്കം ചെയ്യാത്തതും ഒഴുക്ക് തടസ്സപ്പെടുന്നതുമാണ് നദികൾ പെട്ടെന്ന് നിറഞ്ഞു കവിയാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നദികളിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ മണലടിയുന്നതും അതിനോടൊപ്പം ചില പ്രദേശങ്ങളിൽ ചതുപ്പുകളും തോടുകളും വ്യാപകമായി നികത്തിയതും കയ്യേറിയതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതോടെ മഴവെള്ളത്തിന് ഒഴുകിപ്പോകാൻ വഴികളില്ലാതെ വരികയും വെള്ളക്കെട്ട് നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പടരുകയും ചെയ്യുകയാണ്. പ്രളയത്തിന് പിന്നാലെ നദികളിൽ വൻതോതിൽ മണലടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. സാൻഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ മണൽ ലഭ്യത കണ്ടെത്തിയ 8 ജില്ലകളിലെ 17 നദികളിൽ നിന്നും മണൽ വാരുന്നതിനായി 2025 മെയ്യിലാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാനും നദികളുടെ സംഭരണശേഷി കൂട്ടാനും ഈ തീരുമാനം വഴിവെക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാക്കിയ 12 മാർഗനിർദ്ദേശങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് റവന്യൂ വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. നദികളുടെ സുരക്ഷയും സ്വാഭാവിക ഒഴുക്കും ഉറപ്പാക്കുന്നതിനൊപ്പം കെട്ടിട നിർമ്മാണ മേഖലയിലെ കടുത്ത മണൽക്ഷാമത്തിന് പരിഹാരമാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പമ്പാ നദിയിൽ നിന്നും മണൽ വാരുന്നതിനായി ക്ഷണിച്ച ടെൻഡർ നടപടികൾ വൻ നിയമക്കുരുക്കിൽപ്പെടുകയായിരുന്നു. ഇതോടെ മറ്റ് നദികളിൽ നടത്താനിരുന്ന ടെൻഡർ നടപടികളും പൂർണ്ണമായും മുടങ്ങി. നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉയർന്ന പ്രതിഷേധങ്ങളും കോടതി നടപടികളുമാണ് സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടിയായത്. പരിസ്ഥിതി സംഘടനകളുടെയും ചില കോണുകളിൽ നിന്നുള്ള പരിസ്ഥിതി സ്നേഹികളുടെയും എതിർപ്പുകളെയും ഒക്കെ ഭയന്ന് സർക്കാർ വിഷയത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. നദികളിൽ നിന്നും മണൽ വാരുന്നത് പാരിസ്ഥിതിക നാശത്തിന് വഴിവെക്കുമെന്ന വാദമുയർത്തി പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അധികൃതർ മടിച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം നിലവിലെ കടുത്ത വെള്ളപ്പൊക്ക സാഹചര്യത്തിൽ നിയമക്കുരുക്കുകൾ വേഗത്തിൽ പരിഹരിച്ച് നദികളിൽ നിന്നും ആവശ്യത്തിന് മണൽ നീക്കം ചെയ്യണമെന്ന ആവശ്യം വിവിധ ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നദികളുടെ ആഴം കൂട്ടാതെ പ്രളയഭീഷണി നേരിടാനാകില്ല എന്നാണ് ഇവരുടെ പക്ഷം. വർഷങ്ങളായി ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ നദികളുടെ സംഭരണശേഷി പകുതിയെ കുറഞ്ഞിരിക്കുകയാണ്. ഇതിനാൽ തന്നെയാണ് 1-2 മണിക്കൂർ കനത്ത മഴ പെയ്യുമ്പോൾ തന്നെ ജനവാസ മേഖലകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതെന്നാണ് ദുരന്ത നിവാരണ രംഗത്തെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയ മണൽ കൃത്യമായി മാറ്റിയാൽ നദികളുടെ സംരക്ഷണത്തിനൊപ്പം തന്നെ സംസ്ഥാനത്തെ നിർമ്മാണ മേഖല നേരിടുന്ന വിലക്കയറ്റത്തിനും മണൽക്ഷാമത്തിനും അത് വലിയ പരിഹാരമാകുമായിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയും മെല്ലെപ്പോക്കും കാരണം പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെ വിശ്രമിക്കുകയാണ്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ നദികളിലെ തടസ്സങ്ങൾ നീക്കാനും മണൽ നീക്കം ചെയ്യുന്നതിലെ നിയമ തടസ്സങ്ങൾ മാറ്റാനും സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളും വരും വർഷങ്ങളിലും സമാനമായ പ്രളയ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുറപ്പാണ്.